ആന്റി ഹായ് സേമിയ പായസം എനിക്ക് വലിയ ഇഷ്ടം മധുരം കുറച്ച് കൂടുതൽ ഇട്ടോ ഇവിടെ ആരും അടുക്കള ചെരുപ്പിടാറില്ല സോറി ആന്റി ഹായ് ആപ്പിൾ നീ കയ്യോ കഴിയിട്ടില്ല ആപ്പിളെങ്കിലും കഴിയിട്ട് തന്നൂടെ ഫ്രൂട്ട്സ് കഴുകാതെ നിന്നാലേ ഫലം കിട്ടുമെന്ന് പേപ്പർ കണ്ടു ആന്റി ഇത് വായിച്ചില്ലല്ലേ വരാൻ ചായ ഇപ്പൊ ചായ കുടിക്കേണ്ട സമയമല്ല അല്ലേ വരേ അതെ ചായ കുടിക്കാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല ചായ എപ്പോഴും കുടിക്കാമല്ലോ അല്ലേ വരേ ഓക്കെ സർ മമ്മി എന്താ ഡോക്ടർ ജോസഫ് ചെറിയാൻ വിളിച്ചിരുന്നു നാളെ രാവിലെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ അല്ല ആർക്കും ഇവിടെ അസുഖം ഡാഡിക്ക് അതിനിവിടെ ഈ ഡോക്ടറില്ലേ ഡോക്ടർ ജോസഫ് ചെറിയ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ മാസത്തിൽ ഒരിക്കൽ വന്ന് ഡോക്ടർ ഞങ്ങളെയൊക്കെ ചെക്കപ്പ് ചെയ്യും അപ്പൊ ഡോക്ടർ സാർ മാർക്ക് ലിസ്റ്റ് എടുത്ത് ഡോക്ടറായ പാർട്ടി ആയിരിക്കും ഓ എന്തൊരു സൂട് ഇവിടെ ആരും കാണുന്നില്ല പണ്ടാറം തിരുമൽ ദേവാ നമുക്ക് നല്ല ബിസിനസ് നടക്കണേ താനായിരുന്നു താനിത് എപ്പോഴും വീഡിയോ കാസറ്റായിട്ട് വരുന്ന മമ്മി കണ്ടോണ്ടല്ലോ കൊച്ചമ്മ കാറിൽ പോകുന്ന 2 കണ്ണുണ്ട് കണ്ടല്ലോ ഏതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല പുരാണ പടങ്ങളുണ്ട് ശ്രീരാമ പട്ടാഭിഷേകം ഭക്ത കുചേള പാലാട്ട് കേമൻ അതൊക്കെ താൻ തന്നെ കണ്ടാ മതി മമ്മൂട്ടിയുടെ വല്ല പടങ്ങളുണ്ടോ ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ യൗവനിക അതുണ്ട് എങ്ങനെ ഉണ്ടാക്കാണ് അതും വേണ്ട ആ കാണാമറയത്തുണ്ട് തിരുമൽ ദേവ ഈ രുക്മുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സ്ഫോടനമുണ്ട് അത് വേണ്ട അതിറാത്രം അതിട് ഇനിയും കഥ തുടരും അതോട് ഇതെങ്ങനെ പോയാലേ നിന്റെ കഥ അധികം തുടരില്ല ദിവസം എത്ര ഗ്യാസറ്റൊക്കെ എടുത്ത് കൂട്ടുന്നത് മമ്മി അറിഞ്ഞോണ്ടല്ലോ മമ്മി സെൻസർ ഓഫീസ് വരുന്നതിന് പറഞ്ഞ ഇതെല്ലാം അങ്ങനെ തിരിച്ചു കൊടുക്കും പോയാലും പുസ്തകത്തിൽ വായിക്കി ചെല്ല് എന്തായി ഞാൻ പറഞ്ഞ ഗ്യാസ് കിട്ടി വലിയ പ്രൈസാണ് കോസ്റ്റ്ലിയാണ് എത്ര 150 രൂപയാവും വിലക്ക് നോക്കാൻ മാത്രം ഒന്ന് നോക്കാൻ 150 രൂപ അത് കൂടുതല അയ്യോ ഇത് സർട്ട് വേറെയാണ് സാറേ കോപ്പിയല്ല ഒറിജിനലാണ് ഇതേ കല്യാണമോ പറ്റിയ സാധനമാണ് വേഗം ഇത് 10 കമാൻഡ്മെന്റ്സ് അല്ലേ അതെ സാറേ 10 കൽപ്പനകൾ തന്നെ പുതിയതായി കല്യാണം കഴിച്ചവർക്കുള്ള എല്ലാ ഐറ്റംസ് ഇതിലുണ്ട് ഈ വക കാസറ്റുള്ള ഈ പേരിൽ ഇറക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ എന്നെ ഉള്ളിൽ പോയതേ തിരുമൽ ദേവ മതി മതി എനിക്ക് ഈ കാസറ്റ് എന്ന് വരും ഒറ്റ കുഞ്ഞറിയാം കണ്ടിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം എന്ന് വെച്ചാൽ താൻ ഇങ്ങോട്ട് വേണ്ടെന്ന് മനസ്സിലായോ എവിടെയൊക്കെ ഇന്നുറക്കം നാളെ കടം വളരെ വളരെ നന്ദി ഇന്നൊരു കലക്ക് അയ്യോ അല്ല ഇത് ഹായ് 10 കമാൻഡ്മെന്റ്സ് ഞാൻ കണ്ടിട്ട് വരാം ഞാൻ പറയുന്നത് മനസ്സിലാക്കാം മഞ്ജു 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 പ്ലീസ് പറയുന്നത് മഞ്ജു അതല്ല കാണാൻ കൊള്ളില്ല മഞ്ജു മഞ്ജു ഇത് നോക്കണേ മഞ്ജു അയ്യോ മഞ്ജു 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 ഞാൻ പറയുന്നേക്കാം മഞ്ജു മഞ്ജു ഞാൻ പറയുന്നേക്കാം മഞ്ജു പ്ലീസ് പ്ലീസ് മഞ്ജു 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 ബഹളമല്ല മഞ്ജു ഇത് കാണാൻ പാടില്ല മഞ്ജു മഞ്ജു സെറ്റ് ചെയ്താവും മഞ്ജു മഞ്ജു അങ്ങനത്തെ ക്യാസറ്റാണ് മഞ്ജു അയ്യോ ഈ മഞ്ജു പറയുന്നേക്കാം മഞ്ജു 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 ഇടത് മഞ്ജു എന്ത് അങ്ങാടിക്കണോ അയ്യോ ഞാൻ എന്ത് ചെയ്യും അയ്യോ എന്ത് ചെയ്യും മഞ്ജു മഞ്ജു പ്ലീസ് മഞ്ജു ഇപ്പൊ ഇടരുത് മഞ്ജു മഞ്ജു പിന്നെ തരാം അയ്യോ എന്റെ ദൈവമേ കറണ്ട് പോയല്ലോ കറണ്ട് വന്നിട്ട് ഞാനൊന്ന് വിളിക്കാം മറക്കാതെ വിളിക്കണേ മറക്കാതെ വിളിക്കാം അയ്യോ ഓ ഇനി കറണ്ട് വരാതെ കുന്ത വെളി വരില്ലല്ലോ ഇവിടെ കുത്തിയിരിക്കാം അയ്യോ എത്രയുണ്ട് 90/120
മിസ് മേനോന് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ പ്രഷർ കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആയിരിക്കുന്നത്. എന്നാലും എന്നെ വിളിച്ചിടയ്ക്കിടയ്ക്ക് സിഗരറ്റ് വലിക്കാറുണ്ട്. ഇഷ്ടാനുസരണമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നോർമലായിട്ടിരുന്നിട്ട് എന്ത് പ്രയോജനം പത്മാവതി? ആഹാരം കഴിച്ചു കഴിഞ്ഞൊന്ന് പുകച്ചില്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം. അല്ല, ഡോക്ടർക്ക് അറിയാമല്ലോ. ഏതായാലും മേനോൻ സിഗരറ്റ് വലിക്കരുത്. രവി, ബാക്കിയുള്ളവരെല്ലാം രവി നോക്കിയാൽ മതി. ശരി, എനിക്കൊരല്പ തിരക്കുണ്ട്. വരട്ടെ. ഓ, വരട്ടെ. ആ, ചേട്ടത്തി വരണം. സുരേഷ്, നീ കയ്യൊന്ന് ഒട്ടിക്ക്. ആ കൈ. നീ സിഗരറ്റ് വലിക്കാറുണ്ടല്ലേ? ഇല്ല മമ്മി. കള്ളം പറയണ്ട. പിന്നെന്താ ഈ വരുന്നിടം മഞ്ഞ നിറം? അത് ഓഫീസിൽ മതി മതി. ഓഫീസ് ചെന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉപദേശിക്കാനില്ലല്ലോ. അപ്പോഴായിരിക്കും വഴി കൂടുന്നത്. നോക്ക്, ഇനി ഇത് തുറന്നാലുണ്ടല്ലോ നിന്റെ ഓഫീസിൽ പോയിക്കാൻ നിർത്തും. മനസ്സിലായോ? മമ്മി, എന്താടാ? അല്ല എനിക്ക് സംശയം. ആ, ഈ സിഗരറ്റ് ബാഗിന്റെ മുകളിലെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ ഗവൺമെന്റ് അത് നിരോധിക്കാത്തത്? എങ്കോ ഈ സിഗരറ്റ് വിൽപ്പന കൊണ്ട് എത്ര ലക്ഷം രൂപ നികുതി ഇനത്തിൽ ഗവൺമെന്റിന് കിട്ടുന്നതെന്ന് അറിയാമോ? അത് ശരി. അപ്പൊ ജനങ്ങളുടെ ആരോഗ്യം പോലെ സാരമല്ല, ഗവൺമെന്റിന് കാശ് കിട്ടിയാൽ മതിയായിരിക്കല്ലേ? അതിപ്പോ നീ പറഞ്ഞത് ശരിയാ. ഗവൺമെന്റിന്റെ കാര്യം അവരെ നോക്കിക്കോളും. നീ നിന്റെ കാര്യം നോക്ക്. മനസ്സിലായോ? ഇവിടെ പോയി ബുക്ക് എടുത്ത് വായിക്ക്. ദാ, അല്ല, പഠിക്കാൻ പറഞ്ഞതാ. ആഹാ, മോള് ഇതുവരെ എവിടായിരുന്നു? ഡോക്ടറെ കുത്തിയൊക്കെ പേടിച്ചിട്ട് ഒളിച്ചിരിക്കുന്നു. മിടുക്കി. ഈ കേസിന് ഞാൻ പോരാ, ഒരു ഗൈനക്കോളജിസ്റ്റിനെയാണ് ആവശ്യം. ചേട്ടാ, കൺഗ്രാചുലേഷൻ. എന്റെ ആ, ഇനി മഞ്ജു വരണം. ഞാനോ? എനിക്കൊരു അസുഖമില്ല. ഉണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത് പരിശോധിച്ചതിന് ശേഷം വരണം. ചെല്ലു മഞ്ജു. മോനെ സുരേഷ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മമ്മി നിന്നെ വഴക്ക് പറഞ്ഞത് വിഷമമുണ്ടല്ലേ? ഇല്ല ഡാഡി, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ചീത്തയാവുണ്ടല്ലേ മമ്മി അങ്ങനെ പറഞ്ഞത്? കഴിവതും സിഗരറ്റ് വലിക്കരുത്. മോനി വന്നേ. മോന്റെ സിഗരറ്റ് ഇരിപ്പുണ്ടോ? ഡാഡിക്ക് രണ്ട് പുക എടുക്കാനാ. മമ്മി ഡാഡി ഞാൻ ചോദിച്ചില്ല. Oh my God. 220/110. ഇപ്പോഴല്ലേ മഞ്ജു ഇങ്ങനെ ചൂടാകുന്നതിന്റെ കാര്യം മനസ്സിലായത്? ഈ ഒരു വഴിയുള്ളൂ. പ്രഷർ നോർമൽ ആവണമെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. അയ്യോ, ഇത്രയും വലിയ സൂചിയോ? മഞ്ജുവിന്റെ രോഗവും വരുന്നല്ലേ? എനിക്കൊരു അസുഖമില്ല. ഇഞ്ചക്ഷനും വേണ്ട. ശരി. ചെവി പറഞ്ഞ ശരിയാണോ? മഞ്ജുവിന് ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഷീസ് ഓൾ റൈറ്റ്. ഡോക്ടർ സാറേ, എന്താ? ഇന്നലെ ഞാനേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്ന് ഉച്ചത്തി പറ. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? There is a limit for everything. ഇതൊരു നാശമായല്ലോ. പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം. ഒച്ച വെച്ച് ബഹളം കൂട്ടിരുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. വെച്ച എന്താ ഇത്? നീ എന്താ ഇത്ര ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നത്? അതന്നെ ഇത് ഞാനും പറഞ്ഞത്. ഇവിടെ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്, ആന്റിക്ക് അത് ഇഷ്ടപ്പെടില്ല, ആന്റി വഴക്ക് പറയും, ഇതൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ രവി കേൾക്കണ്ടേ? ഡോക്ടറാണെന്നുള്ള ഗമയാ, അതുകൊണ്ടാണ് ആന്റി അനുസരിക്കാത്തത്. എന്തോ രവി ഇത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള നിനക്ക് ഞാൻ പറഞ്ഞിരുന്നോ ഡിസിപ്ലിന്റെ കാര്യം? സോറി മമ്മി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചേട്ടത്തിമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അനിയത്തിയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. എന്ത് രവി കാര്യം? വെറുതെ ആവശ്യമില്ല മമ്മിയെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനുള്ള പണിയൊക്കെ ഒപ്പിക്കുന്നത്.
ഇന്നലെ പ്രഷർ അധികമാണെന്ന് പറഞ്ഞ് വരട്ടിയില്ലേ, അതിന് പകരം തീർത്തായിരിക്കും. മുത്തശ്ശി, ഇത് ആരുടെ ചെരുപ്പിന്റെ അടയാളോ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാ? ഇതാരുടെ ചെരുപ്പിന്റെ അടയാളമാണെന്ന്? ഇത് ഹൈ ഹീൽ ഇടുന്ന ആരുടെ ചെരുപ്പിന്റെ അടയാളമാണ്? ഇവിടെ ഹൈ ഹീൽ ചെരുപ്പിടുന്നത് മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചുതരാം. ചേച്ചി എഴുന്നേറ്റ്. എന്തിനാ? എഴുന്നേറ്റ്. ആ ചെരുപ്പം കാണിച്ച്. ആ അത് തന്നെ നാളെ ചെലവെറ്റിരിക്കുന്നു. മഞ്ജു ഗാർഡനിൽ പോയിട്ട് ആ കാലോട് അകത്ത് വന്ന് കാണും അല്ലേ? അതിന് ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഈ വീട്ടിനകത്ത് ആര് ചെരുപ്പിട്ട് അഴുക്കാക്കിയോ അത് അവരവരെ തന്നെ വൃത്തിയാക്കണമെന്നൊരു നിയമമുണ്ട്. അതിന് ഡാഡി എന്നോ മമ്മിയെന്നോ വ്യത്യാസമില്ല അല്ലേ മമ്മി? അതിന് ഞാനല്ലത് ചെയ്തത്. ഇത് ചേച്ചിയുടെ ചെരുപ്പിന്റെ അടയാളമല്ലേ? ചേച്ചി എന്നെ തുടങ്ങണം. ഞാനും അതിനൊരാളെ നോക്കണം. ഇരിക്കാൻ വരട്ടെ. മഞ്ജു തന്നെ തുടയ്ക്കണം. ഞാൻ ചെയ്യാത്ത കുറ്റമാണിത്. പക്ഷെ എന്നെ കൊണ്ട് എന്നെ തുടപ്പിക്കണം നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തേക്കാം. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. ഗീതയോടെ ഇരിക്കും. ആരെഴുക്കാക്കിയോ അവർ തന്നെ തുടച്ചാൽ മതി. വേണ്ട മഞ്ജു, ഞാൻ തുടച്ചോളാം. വേണ്ട, ഞാനാണിത് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഞാൻ തന്നെ തുടച്ചോളാം. ഇല്ല മമ്മി, ഞാനാണ് മഞ്ജുവിന്റെ ചെരുപ്പെടുത്തോടൊന്ന് ഇവിടെ അഴുക്കാക്കിയത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞേക്കാം. മഞ്ജു, നീ തുടക്കണ്ട. അവിടെ വെച്ചേക്ക്. വന്നിരിക്കേ. എന്താ മഞ്ജു ഒറ്റയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്? ഒറ്റയ്ക്ക് പുറത്തിരിക്കാൻ പാടില്ലെന്നും ഇവിടെ നിയമമുണ്ടോ? മാഡം ഇന്ന് വളരെ ചൂടിലാണല്ലോ. ഒന്ന് പ്ലസന്റ് ആയിരുന്നു ഇവിടെ. പ്ലസന്റ് ആയിട്ട് ഇവിടെ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീട്ടിലെ ഡിസിപ്ലിനും നിയമം അങ്ങനെയാണല്ലോ. ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പോവാ. ഐ എം സോറി മഞ്ജു. ഇന്നലെ മഞ്ജു മമ്മിയെ കൊണ്ടെന്നെ വഴക്ക് കേൾപ്പിച്ചപ്പോഴുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അത് മഞ്ജുവിന് ഇത്രയും ഫീലിംഗ് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? തടിമാടന്മാരായ 4 ആണുങ്ങൾ ജീവിക്കുന്ന വീടാണിത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഇതെല്ലാം ഒരു അടിമത്തമാണ്. അടിമത്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡിസിപ്ലിൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഡിസിപ്ലിൻ അതിര് കിടന്ന എല്ലാം ഒരുതരം അടിമത്തമാണ്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ വളർന്നു വന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് തന്നെ ഒരുതരം കോംപ്ലക്സ് ആണ്. മനസാക്ഷി മറച്ചു വെച്ചുകൊണ്ടുള്ള അഭിനയം. മഞ്ജുവിനോട് സത്യം പറയാമല്ലോ, മമ്മിയുടെ ഈ നിയമങ്ങൾ ഞങ്ങൾ പൂർണ്ണ മനസ്സോടെയാണ് അനുസരിക്കുന്നതെന്ന് മഞ്ജുവിന് തോന്നിയിട്ടുണ്ടോ? ഇതൊരു വീടാണ്, അല്ലാതെ ജയിലൊന്നുമല്ല. ഈ കർശനമായ നിയമങ്ങൾ മാറ്റണം രവി. എങ്ങനെ മാറ്റുന്നതാണ് മഞ്ജു പറയുന്നത്? അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരെ കയ്യിലെടുത്താലാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ കഴിയുക? സിംഗിനെ പിടിച്ചാൽ കഴിയുമോ? അതോ ശാലുമുള ആയാലോ?